السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുമല്ലാഹ് അദ്ദേഹത്തിൻ്റെ കൊച്ചു റിസാലയായ ആഥാറുൽ ഫിതൻ, ഫിത്നകളുടെ അനന്തരഫലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഫിത്ന, കുഴപ്പം എന്നത് കഴിഞ്ഞ 2 ദർസുകളിലും സൂചിപ്പിച്ചതുപോലെ കേവലം അത് വന്ന് ബാധിച്ച് അങ്ങനെ അവസാനിക്കുകയില്ല. മറിച്ച് ഫിത്നകൾക്ക് അനന്തരഫലങ്ങളുണ്ടാകും. 6 അനന്തരഫലങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഒരോർമ്മ പുതുക്കൽ എന്ന നിലക്ക് ഒന്നുകൂടി 6 കാര്യങ്ങളും ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇൻസിറാഫുന്നാസി അനിൽ ഇബാദത്തി, ജനങ്ങൾ ഇബാദത്തിൽ നിന്നും വ്യതിചലിക്കൽ, പിന്നോട്ടടിക്കൽ. അതാണ് ഒന്നാമത്തെ കാര്യം. ഫിത്നകൾ, കുഴപ്പങ്ങളുണ്ടായാൽ, ഒരാളെ ഫിത്ന ബാധിച്ചാൽ അയാളുടെ ഇബാദത്തിന് സാരമായി വിള്ളലുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും എന്നത് വളരെ ഗൗരവകരമാണ്. രണ്ടാമത്തെ കാര്യം സർഫുന്നാസി അനിൽ ഇൽമി വൽ ഉലമാ, ദീനി വിജ്ഞാനത്തിൽ നിന്നും അതിൻ്റെ വാഹകരായ ഉലമാക്കളിൽ നിന്നും ജനങ്ങൾ അകന്നുപോകും. ഇൽമ്, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഫിത്നകൾ നടമാടുന്ന കാലത്ത്, അതല്ലെങ്കിൽ ഒരാളെ ഫിത്ന ബാധിച്ചാൽ അയാൾക്ക് വളരെ നിസാരമായിരിക്കും, പുച്ഛമായിരിക്കും. മൂന്നാമത്തെ കാര്യം തസദ്ദുറു സുഫഹ, ഫിത്നകളുടെ കാലഘട്ടത്തിൽ വിഡ്ഢികളായിരിക്കും നേതൃസ്ഥാനത്തേക്ക് വരിക. വിവരമില്ലാത്ത, ദീനിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ നേതാക്കന്മാരായി രംഗത്തു വരും. നേതൃനിരയിൽ കാണാൻ സാധിക്കുക വിജ്ഞാനമില്ലാത്ത, ദീനിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകളായിരിക്കും. നാലാമത്തെ കാര്യം അൽ ഇൻതിഹാഉ ഇലൽ അവാഖിബിൽ മുർദിയതി വൽ മആലാതി സയ്യിഅ, ഒരു കുഴപ്പം, ഒരു ഫിത്ന എന്നത് അതിൻ്റെ പര്യവസാനം വളരെ മോശമായ, വേദനാജനകമായ, ദുഃഖകരമായ, സങ്കടകരമായ അവസ്ഥയിലേക്കായിരിക്കും. അഥവാ വളരെ മോശമായ പരിണിത ഫലങ്ങൾ, അനന്തരഫലങ്ങൾ ഉണ്ടാകും. അഞ്ചാമത്തെ കാര്യം മൻ ദഖല ഫിൽ ഫിതനി ഇൻഹത്ത ഖദ്റുഹു, ആരാണോ ഫിത്നയിൽ പ്രവേശിക്കുന്നത്, അഥവാ ഫിത്നയുടെ വാഹകരായി, അതല്ലെങ്കിൽ ഫിത്നയുടെ കുഴപ്പങ്ങളുടെ ആളായി മാറുന്നത്, അവൻ്റെ എല്ലാവിധ ഖദറും നിലവാരവും താഴ്ന്നു പോകും. അഥവാ നിലവാരമില്ലാത്ത ആളുകളായി അത്തരം ആളുകൾ മാറും. ആറാമത്തെ കാര്യം ഇസ്തിബാഹുൽ ഉമൂരി വഖ്തിലാത്തുൽ ഹഖ് ബിൽ ബാത്തിൽ, കാര്യങ്ങൾ ആകെ അവ്യക്തമായിരിക്കും, സത്യവും അസത്യവും കൂടിക്കലർന്ന അവസ്ഥയിലായിരിക്കും. ഇതാണ് നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്. സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ 5 കാര്യങ്ങളും ഈ 6ാമത്തെ കാര്യവും ഇനി പറയാൻ പോകുന്ന കാര്യവും ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവമാണ്.
ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട അനന്തരഫലങ്ങളാണ്. ആറാമതായി പറഞ്ഞത് കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നു. ഒരു ഫിത്ന, ഒരു കുഴപ്പം, ഒരു പ്രശ്നം അത് കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ആകെ അവ്യക്തമായിരിക്കും കാര്യങ്ങൾ. എന്താണിത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. വലിയ വലിയ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായവും പക്വതയും ദീനിലുള്ള വിവരവും കാരണത്താൽ ദൂരെ നിന്ന് ഫിത്നകളെക്കുറിച്ച് അവർക്ക് മനസ്സിലാകും എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ പറയുന്നത് സാധാരണ നമ്മെപ്പോലെയുള്ള ആളുകളുടെ കാര്യമാണ്. ഒരു കുഴപ്പം, ഒരു പ്രശ്നം, ഒരു ഫിത്ന പുറപ്പെട്ടാൽ അതിൻ്റെ ആദ്യത്തെ പടി എന്നത് കാര്യങ്ങൾ അവ്യക്തമായി തീരുക എന്നതാണ്. എന്നാൽ അത് വന്ന് കടന്നുപോയാൽ എല്ലാവർക്കും മനസ്സിലാകും, ഇത് ഫിത്ന ആയിരുന്നില്ലേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിത്നകൾ അത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്തിനാണത് പറഞ്ഞത്? ഈ അനന്തരഫലം ഇങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ, ഹക്കും ബാത്തിലും കൂടിക്കുഴഞ്ഞാൽ എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടരുത്. കാരണം ഒരൽപ്പം അവധാനതയോടുകൂടി നിന്നാൽ, ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു സഹാബത്തിൻ്റെ വാക്കുകൾ, അവധാനത വേണം. കാര്യങ്ങൾ വ്യക്തമാവുന്നതുവരെ ക്ഷമിക്കണം. വ്യക്തമാവുന്നതുവരെ ക്ഷമ എന്നത് ആവശ്യമാണ്. ഫിത്നകൾക്ക് അങ്ങോട്ട് പോയി തലവെച്ചു കൊടുക്കരുത്. അതിനാണ് കഴിഞ്ഞ ദർസിൽ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വായിച്ചത്. ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോയി കാണാൻ നിൽക്കരുത് എന്നാണ്, അങ്ങോട്ട് പോവരുത് എന്നാണ്. ഏറ്റവും വലിയ ഫിത്നയാണ് അവൻ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു. അയാൾ ദജ്ജാലിൻ്റെ അടുക്കലേക്ക് പോവുകയും അവൻ്റെ ആശയക്കുഴപ്പങ്ങളിൽ വീണുപോവുകയും എന്നിട്ട് അവനെ പിൻപറ്റുകയും ചെയ്യും. നഊദു ബില്ലാ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണിത്. കുഴപ്പങ്ങൾ അതുണ്ടായാൽ ഓടി അകലണം എന്നാണ് ഇതിൽ നിന്നും ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖാതല തഹ്ത റായത്തിൻ ഇൽമിയ്യത്തിൻ, ആരാണോ അവ്യക്തമായ കാര്യങ്ങൾ വ്യക്തമല്ലാത്ത ഒരാളുടെ അല്ലെങ്കിൽ ഒരു അമീറിൻ്റെ, ഒരു നേതാവിൻ്റെ കീഴിൽ യുദ്ധം ചെയ്തത്, അഥവാ വ്യക്തമല്ല, കാര്യങ്ങൾ അവ്യക്തമാണ്, അങ്ങനെയുള്ള അവസ്ഥയിൽ യുദ്ധത്തിന് അണിനിരന്നു എന്ന് വിചാരിക്കുക. യഗ്ലബു ലിഅസബത്തിൻ ഔ യദ്ഉ ഇലാ അസബത്തിൻ ഔ യൻസുറു അസബതൻ, നാടിനു വേണ്ടി, ഗോത്രത്തിനു വേണ്ടി, അങ്ങനെയുള്ള കാര്യത്തിനു വേണ്ടിയാണ് അവൻ്റെ ആ രോഷവും, അതിലേക്കാണ് അവൻ്റെ പ്രബോധനവും, അതിനെ സഹായിക്കാനാണ് അവൻ ഈ പോരാടുന്നതും എല്ലാം. ഫഖുതില, അങ്ങനെ പോരാടി അവൻ കൊല്ലപ്പെട്ടു. ഫഖിത്ലത്തുൻ ജാഹിലിയ്യത്തുൻ, അങ്ങനെ ഒരവസ്ഥയിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഷഹീദാണ് എന്നാണോ പറഞ്ഞത്? അല്ല, ജാഹിലിയത്തിൻ്റെ മരണമാണ് അവൻ മരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ കാലത്ത് ഖവാരിജി ചിന്താഗതിയുള്ള ആളുകൾ ഒരു രാജ്യത്തിൻ്റെ പേരിൽ പോരാടുന്നു. അവർ പോരാളികളാണെന്ന് അവകാശപ്പെടുന്നു. പറയപ്പെടാനുള്ള ഒരു ഇമാം അവർക്ക് മുന്നിലില്ല. ഉലമാക്കൾ, പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നിട്ട് അതിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഷഹീദായി വാഴ്ത്തപ്പെടുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ജാഹിലിയത്തിൻ്റെ മരണമാണ് അവൻ മരിച്ചിട്ടുള്ളത് എന്നാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ്, ബെല്ലും ബ്രേക്കുമില്ലാതെ എത്ര ആളുകളെയാണ് ഷഹീദാക്കുന്നത്. ആളുകൾക്കൊരു പ്രയാസവുമില്ല, ഇന്നയാൾ ഷഹീദ്, അയാൾ ഷഹീദ്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ വരെ ഷഹീദാണ്.
അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ പോരാടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ? തൗഹീദിന് വേണ്ടിയിട്ടാണോ? സുന്നത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, പോരാടിയത് മുഴുവനും അവൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മരിച്ചാലോ ഷഹീദ്, പേരിൻ്റെ അറ്റത്ത് ഷഹീദ്. പിന്നെ അനുസ്മരണ സമ്മേളനങ്ങളായി, വാഴ്ത്തലുകളായി, കൊടിപിടിക്കലായി. സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ ഫിത്ന ബാധിച്ചതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. യുവാക്കൾ പലപ്പോഴും ഈ ചിന്താഗതിയുള്ള യുദ്ധവും ജിഹാദും അതുപോലെയുള്ള രാഷ്ട്രീയവും ഭരണവും അതിൻ്റെ ചിന്താഗതിക്കാരായ ആളുകൾ പറയാറുള്ളത് അങ്ങനെയാണ്: മരിച്ച ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടൂലേ? യഥാർത്ഥത്തിൽ അവന് ഫിത്ന ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ പോരാട്ടം? ദീനിന് വേണ്ടിയിട്ടാണോ? അല്ല, പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പ്രയോഗിച്ച വാക്കാണ് നമുക്കുള്ള തെളിവ്. തഹ്ത റായത്തിൻ ഇൽമിയ്യത്തിൻ, വ്യക്തമല്ലാത്ത അവ്യക്തമായ ഒരു കൊടിക്ക് കീഴിൽ, ഒരു പതാകയ്ക്ക് കീഴിൽ, ഒരാൾക്ക് കീഴിൽ ആരെങ്കിലും പോരാടിയാൽ, ഹദീസിന്റെ അവസാനത്തിൽ ഫഖിത്ലത്തുൻ ജാഹിലിയ, അവൻ്റെ മരണം ജാഹിലിയത്തിൻ്റെ മരണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവ്യക്തമായ കാര്യങ്ങൾ, വ്യക്തമല്ലാത്ത ഒരു വിഷയത്തിൽ എടുത്തു ചാടി വീഴരുത് എന്ന് ചുരുക്കം. മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരുടെ കാലത്താണ് സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തത് നമുക്കറിയാം. ജമലും സുഫീനുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് താബിഈയായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അലാ തുഖാതിൽ, ഇവിടെ യുദ്ധം നടക്കുകയാണല്ലോ, നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുന്നില്ലേ? പോരാടുന്നില്ലേ? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ലാ ഉഖാതിലു ഹത്താ തഅതൂനി ബിസൈഫിൻ ലഹു ഐനാനി വലിസാനിൻ വശഫതാൻ യഅരിഫുൽ മുഅ്മിന മിനൽ കാഫിർ. രണ്ട് കണ്ണുകളും സംസാരിക്കുന്ന നാവും രണ്ട് ചുണ്ടുകളുമുള്ള മുഅ്മിനിനെയും കാഫിറിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വാള് നിങ്ങൾ എനിക്ക് കൊണ്ടുതന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ പോരാട്ടത്തിനിറങ്ങാം. സഹോദരങ്ങളെ, എന്താണ് ആ വാക്ക്? മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. യുദ്ധത്തിനിറങ്ങാതെ, അതല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ, ഈ ഫിത്നയിൽ ഇടപെടാതെ മാറി നിന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണിത്. കാരണം പോരാട്ടത്തിന് ഇറങ്ങേണ്ടത് ആരുമായിട്ടാണ്? ഒരേ സൊഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരന്ന സഹോദരങ്ങളാണ്, സഹാബികളാണ്, മുസ്ലിമീങ്ങളാണ്, ഒരുമിച്ച് പോരാട്ടം നടത്തിയവരാണ്. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ഒരു വാള് തന്നാൽ ഞാൻ പോരാട്ടത്തിനിറങ്ങാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവസാനമായി ആ വാക്ക് അവസാനിപ്പിക്കുകയാണ്, ഫഖദ് ജാഹതു വഅന അഅരിഫുൽ ജിഹാദ്. നമ്മൾ ജിഹാദിന് ഇറങ്ങിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോരാടിയിട്ടുണ്ട്. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക് എന്ന് നിങ്ങൾ നോക്കൂ. ഇന്ന് പല ആളുകളും അവരുടെ ചോരത്തിളപ്പിനനുസരിച്ച് നമ്മളും ആടുന്നില്ല എന്ന കാരണത്താൽ നിങ്ങൾക്ക് ജിഹാദ് അറിയുമോ? പേടിയല്ലേ, ഭീരുക്കളല്ലേ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ വിമർശിക്കാറുണ്ട്. അവരോട് പറയാനുള്ള മറുപടി ഇതാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അവസാനമായി പറഞ്ഞ ആ വാക്കാണ് അത്തരം ആളുകളോട് പറയാനുള്ളത്. ജിഹാദ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ജിഹാദല്ല, അത് ഫിത്നയാണ്, അത് കുഴപ്പമാണ്. സഹോദരങ്ങളെ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ നിലപാടുകളാണ് നമ്മൾ ഈ കേൾക്കുന്നത്.
ഫിത്നകളിൽ തലയിടാതെ കാര്യങ്ങൾ അവ്യക്തമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അതിൽ ചെന്ന് വീഴാതെ ചെന്ന് ചാടാതെ രക്ഷപ്പെട്ട് മാറി നിന്നവരാണവർ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു മനോഹരമായ വാക്ക് നമുക്ക് കാണാം. മസലുനാ വമസലുക്കും കമസലി ഖൗമിൻ കാനൂ അലാ മഹജ്ജത്തിൻ ബൈളാ. നമ്മളുടെയും നിങ്ങളുടെയും ഉദാഹരണം എന്നത് ഒരു വിഭാഗം ആളുകൾ പ്രകാശപൂരിതമായ ഒരു മാർഗത്തിലായിരുന്നു. പ്രകാശപൂരിതമായ ഒരു മാർഗത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഉദാഹരണമാണ് നമുക്കും നിങ്ങൾക്കുമുള്ളത്. ഫബൈനമാ ഹും കദാലിക യസീറൂൻ ഹാജത് റീഹുൻ അജാജത്തുൻ ഫളല്ലു ത്വരീഖ. അങ്ങനെ അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൊടിപുരണ്ട പൊടികൾ നിറഞ്ഞ പൊടിക്കാറ്റ് ആഞ്ഞു വീശുകയുണ്ടായി അവർക്ക് നേരെ. അങ്ങനെ അവർ ഛിന്ന ഭിന്നമായി യഥാർത്ഥ പാതയിൽ നിന്നും തെറ്റുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ച യഥാർത്ഥ മാർഗത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അവിടുത്തെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തത് മുതൽ അവിടുന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ അത് കലാശിച്ചു. അവിടെ നിന്നാണ് പിന്നീട് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അദ്ദേഹം പറയുകയാണ്, കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ, എങ്ങനെയുള്ള കാറ്റാണ്? റീഹുൻ അജാജത്തുൻ എന്ന് പറഞ്ഞാൽ പൊടിക്കാറ്റിനാണത് പറയുക. കാറ്റിൻ്റെ കൂടെ മൺതരികൾ പൊടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്താണ് എന്ന് കാണുകയില്ല. പൊടിക്കാറ്റ് അനുഭവിച്ച ആളുകൾക്കറിയാം. അതുപോലെ ഒരു കാറ്റ് വീശിയപ്പോൾ ആളുകൾ പല രൂപത്തിലേക്ക് പല വഴികളിലേക്കും മാറുകയുണ്ടായി. ഫഖാല ബഅദുഹും, ചില ആളുകൾ പറഞ്ഞു, ഈ ഭാഗത്ത് വലതുഭാഗത്ത് ഉള്ള ആളുകളുടേതാണ് ശരി, അത് സ്വീകരിച്ചു. അങ്ങനെ ചില ആളുകൾ വഴിവെച്ചുപോയി. വഖാല ആഖറൂൻ, വേറെ ചില ആളുകൾ പറഞ്ഞു, ഇടതുഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടേതാണ് ശരി. അങ്ങനെ ആ വഴി സ്വീകരിച്ചു, അവരും പിഴച്ചുപോയി. എന്നാൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഈ കാറ്റ് ഈ ഫിത്നകൾ ആഞ്ഞടിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന അതേ പാതയിൽ അതേ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് അവസാനിച്ചു. പൊടിക്കാറ്റ് ശാന്തമായി, അന്തരീക്ഷം ശാന്തമായി. പൊടിക്കാറ്റ് പോയപ്പോൾ വഴി മാർഗം വ്യക്തമായി. ഫഹഉലാഇ ഹുമുൽ ജമാഅ. ആ മാർഗത്തിൽ പൊടിക്കാറ്റടിച്ചപ്പോൾ, കാറ്റാഞ്ഞു വീശിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ ഉറച്ചു നിന്ന ആളുകൾ അവരാണ് അൽ ജമാഅത്തിന്റെ ആളുകൾ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച പുകഴ്ത്തിയ അൽ ജമാഅ. ഖാലു, അവർ പറഞ്ഞു, നൽസമു മാ ഫാറഖനാ അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നൽഖാഹു വലാ നദ്ഖുലു ഫീ ഷൈഇൻ മിനൽ ഫിതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോകുന്ന അതേ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളും. നമ്മൾ ഒരു ഫിത്നയിലും ഇടപെടുകയില്ല, ഒരു ഫിത്നയിലും ഒരു കുഴപ്പത്തിലും നമ്മൾ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞവരാണവർ. സഹോദരങ്ങളെ, എന്തിനാണ് ഈ വാക്കുകൾ വായിച്ചത്? കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർ അങ്ങനെ പറയും, മറ്റോൻ ഇങ്ങനെ പറയും, ഇയാൾ ഇങ്ങനെ പറയും. ഇങ്ങനെ ഒരുപാട് വാദഗതികൾ, ഒരുപാട് വാക്കുകൾ, പുകമറകൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പുതിയത് കാണുമ്പോൾ, തീപ്പൊരി പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, പുതിയ രൂപത്തിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുമ്പോൾ തഖ്വയും ഇഖ്ലാസും അതുപോലെയുള്ള കാര്യവും ഇസ്ലാമിൻ്റെ സുന്ദരമായ അന്തരീക്ഷവും മുസ്ലിം ഭരണാധികാരികളും ഇസ്ലാമിൻ്റെ സ്റ്റേറ്റും അതുപോലെയുള്ള കാര്യങ്ങളും മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ വഞ്ചിതരായി പോകാൻ പാടില്ല എന്ന് ചുരുക്കം. മനസ്സിലായോ? പറഞ്ഞോ, മനസ്സിലായോ? നിൽക്കുന്ന അടിസ്ഥാനത്തിൽ നിൽക്കണം. നാളിതുവരെ നമ്മൾ കേട്ട, നമ്മൾ പഠിച്ച അടിസ്ഥാനമുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സലഫുകളുടെ മാർഗവും അതിൽ ഉറച്ചു നിൽക്കണം.
അതിൽ ഉറച്ചു നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് എന്ന് ചുരുക്കം. കാരണം കാറ്റ് ഈ പറഞ്ഞ ഫിത്നകൾ കുറച്ചു കഴിഞ്ഞാൽ അവസാനിക്കും. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ISISന്റെ ദാഇശിന്റെ ഫിത്നകൾ വന്നപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് വരെ അതിനെ പുകഴ്ത്തി പ്രശംസിച്ചു. കാരണം അവരുടെ തുടക്കത്തിൽ ആ സമയത്ത് വന്നത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ജാറങ്ങൾ തകർക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പുറത്തേക്ക് വന്നത്. അത് കണ്ടപ്പോൾ അത് ഷെയർ ചെയ്യാനും അതിനെ പുകഴ്ത്താനും അതിനെ പ്രശംസിക്കാനും പല ആളുകളും ഉണ്ടായിരുന്നു. അന്ന് ഉലമാക്കൾ, പ്രത്യേകിച്ച് മദീനയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, വളരെ പ്രായം ചെന്ന ഒരു ശൈഖാൻ, എന്നറിയപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരിൽ വളരെ പ്രമുഖനാണ്. ദുനിയാവിൽ തുലോം തുച്ഛമാണ് മുഹദ്ദിസുകൾ, അതിൽ എണ്ണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഹഫിളഹുല്ലാഹ്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, എടുത്തു ചാടരുത്, ഇത് അഹ്ലുസുന്നത്തിന്റെ ആളുകളല്ല, ഇത് ഫിത്നയാണ്, ഇത് യഥാർത്ഥത്തിലുള്ള ഖലീഫയല്ല എന്ന് താക്കീത് ചെയ്തിരുന്നു. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അതിൻ്റെ പിന്നാലെ എത്ര ആളുകളാണ് പോയത്. അതിൻ്റെ പ്രത്യാഘാതം മുസ്ലിം ഉമ്മത്ത് ഇന്നും അനുഭവിക്കുന്നു. പക്ഷേ എന്നാൽ അൽഹംദുലില്ലാ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ആ വന്ന ഖലീഫയുണ്ടോ, അവൻ്റെ ഭരണമുണ്ടോ, സാമ്രാജ്യമുണ്ടോ, അവൻ്റെ മോഹന വാഗ്ദാനങ്ങളുണ്ടോ, എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും കേൾക്കാനില്ല. അവൻ്റെ പിന്നാലെ പോയവരെവിടെ? അവൻ്റെ പിന്നാലെ കൂടിയവരെവിടെ? അവൻ്റെ പിന്നാലെ കൂടിയ ഉലമാക്കളെ ചീത്ത വിളിച്ചവർ എവിടെ? ഫിത്നകൾ ഇങ്ങനെയാണ്. കാര്യങ്ങൾ അവ്യക്തമാകുമ്പോൾ അവധാനത പാലിക്കുക. കുറച്ചു കഴിഞ്ഞാൽ വ്യക്തമാകും, കുറച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇക്കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉലമാക്കളോട് ചോദിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്നിട്ട് സത്യത്തിൻ്റെ പാതയിൽ നിൽക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ നാവുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്നും പല ഫിത്നകളുമുണ്ട്, പല കുഴപ്പങ്ങളുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഭരണാധികാരികളെ ചീത്ത വിളിക്കുന്ന കക്ഷികളില്ലേ? സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിൻ്റെ ഭരണമുള്ള അവിടുത്തെ ഭരണാധികാരികളെ ആക്ഷേപിക്കുന്നു, ചീത്ത വിളിക്കുന്നു. എന്തിൻ്റെ പേരിൽ? ഫലസ്തീനിൽ ഇടപെട്ടില്ല എന്നാണ്. ഇവൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും സാധിക്കാത്ത ആളുകളാണ് വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വിമർശിക്കുന്നത്. അതിൽ പെട്ടുപോകുന്ന ആളുകൾ എത്രയാണ്? 2 ആഴ്ച മുന്നേ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. തൗഹീദിൻ്റെ മസ്ജിദിലുള്ള മിമ്പറിൽ വെച്ച് മുസ്ലിം ഭരണാധികാരികളെ രൂക്ഷമായി വിമർശിക്കുന്നത് നഊദു ബില്ലാഹ് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൗഹീദിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുകയാണ്, ഈ ഭരണാധികാരികളെയും ഭരണകൂടത്തെയും വിമർശിച്ച് തുടങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ, ആ പോക്ക് അപകടമാണ്. കാരണം ഇസ്ലാമിൻ്റെ ഉസൂലുകളിൽപ്പെട്ടതാണ് മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത്. അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടരുത് എന്നുള്ളത്, അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നുള്ളത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അഖീദയിൽപ്പെട്ടതാണ്, ഉസൂലുകളിൽപ്പെട്ടതാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സമ്പത്ത് എടുത്താലും നിന്നെ ഉപദ്രവിച്ചാലും ഭരണാധികാരിക്കെതിരെ തിരിയാൻ പാടില്ല എന്നാണ്. ആ രാജ്യത്തിലെ ഭരണാധികാരികൾ അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ അതിൽ ഇടപെടുന്നുണ്ട്. അതൊരിക്കലും കാപട്യമല്ല. മില്യൺ കണക്കിന് ഡോളറുകൾ സഹായത്തിന് അവർ നൽകിയിട്ടുണ്ട്. അതൊന്നും പറയൂല, അതൊന്നും കാണൂല. പിന്നെ ഇവൻ്റെ പ്രശ്നം എന്താണ്? ആ രാജ്യത്തിൻ്റെ മുകളിലൂടെയല്ലേ മറ്റേ വിമാനം പോകുന്നത്? ഇങ്ങനെയല്ലേ അവിടെ സംഭവിക്കുന്നത്? അവിടെ ക്രൂഡ് ഓയിലിന് $5 വർദ്ധിച്ചില്ലേ? ഇതൊക്കെയാണ് ഇവൻ്റെ പ്രശ്നം. ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഇതാണ്. സഹോദരങ്ങളെ, ഇപ്പോൾ ഈ സന്ദർഭത്തിൽ, ഈ വർത്തമാനകാലത്ത്, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന, ഈ കേൾക്കുന്ന ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്നയിൽപ്പെട്ടതാണിത്. വളരെ ഗൗരവമാണ്.
ഒരു ഭാഗത്ത് ഷിയഈ റാഫിദുകൾ ശിർക്കും കുഫ്റും ഷിയായിസം അങ്ങനെ തന്നെ അതേപോലെ നമ്മുടെ ഈ നാട്ടിലേക്ക് കടത്തി കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ നിന്ന് മുസ്ലിയാക്കന്മാരെ അങ്ങോട്ട് ഇറാനിലേക്ക് കൊണ്ടുപോയി ഷിയയിസം പഠിപ്പിച്ചു വിടുകയാണ്. മറുഭാഗത്ത് അതേ ഷിയയികൾ, അതേ ഇഖ്വാനികൾ, അതുപോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിപ്ലവവും ഭരണവും ഭരണാധികാരിയും അതുപോലെയുള്ള ഫിത്നകളുമായി വരുന്നുണ്ട്. ഇതിനിടയിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ഉസൂലുകൾ പഠിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പുതിയത് പലതും നമ്മൾ കേൾക്കും, പലരെക്കുറിച്ചും കേൾക്കും അതിൽ പോയി വീഴരുത്. ഇന്ന് ആർക്കും എന്തും പറയാം. പാട്ടുകാരനും രാഷ്ട്രീയ നേതാവും സംസാരിക്കുന്നത് ഏത് വിഷയമാണ്? ദീനിൻ്റെ വിഷയമാണ്. എന്നാൽ തിരിച്ചങ്ങോട്ട് ഇവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വല്ലതും ഒരു മതപണ്ഡിതൻ, ഒരു പ്രബോധകൻ പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് അതറിയോ, രാഷ്ട്രീയം അറിയോ, കലാവാസനയുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. അത് അതിൻ്റെ ആളുകൾ പറയണ്ടേ? നിങ്ങൾക്ക് അതല്ലല്ലോ പണി. അതേപോലെ തന്നെയാണ് തിരിച്ചും പറയാനുള്ളത്, നിങ്ങൾക്ക് അതല്ല പണി. ദീനു പറയാൻ ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും, എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്നത് പറയാൻ മതം പഠിച്ചവരുണ്ട്, ദീന് പഠിച്ചവരുണ്ട്. പിന്നെ ചില ആളുകളുടെ പ്രശ്നം എന്താണ്? ദീനൊന്ന് പൊളിച്ചിട്ടൊന്ന് ശരിയാക്കണം. അലിഫെന്ന് എഴുതിയാൽ 1 എന്ന് വായിക്കുന്നവനാണവൻ. എഴുതിയത് അലിഫാണോ എന്ന് തിരിച്ചറിയാൻ ഒരൽപ്പം സമയം വേണ്ടി വരുന്ന അത്തരത്തിലുള്ള ആളുകളാണ് പറയുന്നത് ദീനൊന്ന് പൊളിച്ചൊന്ന് ശരിയാക്കണം. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിവരമില്ലാത്ത ആളുകളുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ചെറുപ്പക്കാർ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇന്ന് നേരത്തെ പറഞ്ഞ 2 പ്രശ്നങ്ങൾക്ക് നടുവിലുള്ള മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ് മതനിഷേധം, നിരീശ്വരവാദം. കോട്ടും സൂട്ടുമുട്ട് വലിയ തുക ഫീസും കൊടുത്ത് നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ ക്യാമ്പസുകളിൽ കയറിപ്പോകുന്നു. തിരിച്ചിറങ്ങുന്നത് എങ്ങനെയാണ്? നിരീശ്വരവാദം കുത്തിവെക്കപ്പെട്ട നിലയിലാണ്. പോകുമ്പോൾ നിസ്കരിക്കുന്ന ദീനിനെക്കുറിച്ച് ബോധമുള്ള ആളുകളായിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത് എങ്ങനെയായിരിക്കും? ദീനിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ദീൻ എന്നാൽ ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല എന്നതാണ് പിന്നെ ഇവൻ്റെ ചിന്താഗതിയും ഇവരുടെ സംസാരങ്ങളും. സഹോദരങ്ങളെ, ഇത് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാറ്റിനും പോയി കാത് കൊടുത്ത് പുതിയത് ഇങ്ങനെ കേൾക്കാൻ നല്ല രസത്തിൽ കേൾക്കുമ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. അതാണ് കഴിഞ്ഞ ദർസിലും ഈ ദർസിലും സൂചിപ്പിക്കുകയാണ്. നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. ഉസൂലുകൾ, അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവധാനതയോടുകൂടി പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. കാരണം അള്ളാഹു തആല അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോവരുത് എന്ന് നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഇൽമില്ലാത്ത, വിജ്ഞാനമില്ലാത്തതിൻ്റെ പിന്നാലെ നീ കൂടരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും അസ്സമഅ കേൾവി, അൽ ബസർ കാഴ്ച, വൽ ഫുആദ് ചിന്താഗതി, ചിന്താശേഷി, ഈ പറഞ്ഞവയെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു തആല നൽകിയ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതിനെക്കുറിച്ച് റബ്ബ് ചോദിക്കും. എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്ത് ചിന്തിച്ചു എന്ന് അള്ളാഹു തആല ചോദിക്കും. അതുകൊണ്ട് അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോയി വഴികേടിലായി പോവരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാആതുൻ, ജനങ്ങൾക്ക് ചില വർഷങ്ങൾ കടന്നു വരാനുണ്ട്. ഖദ്ദാആതുൻ, ആ വർഷങ്ങളുടെ, ആ കൊല്ലങ്ങളുടെ അവസ്ഥ എന്താണ്? ഖദ്ദാആതുൻ, വഞ്ചനകളുടെ, ധാരാളം വഞ്ചനകൾ നിറഞ്ഞ വർഷങ്ങളായിരിക്കും അത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി നടന്നു വരേണ്ട പലതും നേർവിപരീതമായിരിക്കും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവുകയില്ല കാര്യങ്ങൾ സംഭവിക്കുക. അന്ന്
യുസദ്ദഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹ സാദിഖ്. കളവ് പറയുന്നവൻ സത്യപ്പെടുത്തപ്പെടും, സത്യം പറയുന്നവൻ കളവാക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയുഅ്തമനു ഫീഹൽ ഖായിൻ വയുഖവ്വനു ഫീഹൽ അമീൻ. വഞ്ചകൻ വിശ്വസിക്കപ്പെടും. വഞ്ചകനെക്കുറിച്ച് ആളുകൾ ചതിക്കുന്ന, വഞ്ചിക്കുന്ന അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ജനങ്ങൾ പറയും അവൻ വിശ്വസ്തനാണ്. നേരെ തിരിച്ച് വിശ്വസ്തനായ ആളുകളെക്കുറിച്ച്, അത്തരം ആളുകളെക്കുറിച്ച് ജനങ്ങൾ പറയും അയാൾ വഞ്ചകനാണ്. വയന്തിഖു ഫീഹ റുവൈബിള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് റുവൈബിളത്ത് നാവെടുത്ത് സംസാരിക്കും. ഖീല, ചോദിക്കപ്പെട്ടു, വമർ റുവൈബിള, അല്ലാഹുവിൻ്റെ റസൂലെ എന്താണ് റുവൈബിള? റുവൈബിളത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, അർറജുലു താഫിഹു ഫീ അംരിൽ ആമ്മ. അർറജുലു താഫിഹ്, ഒരു വിവരവുമില്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ഒരു മനുഷ്യൻ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങൾ സംസാരിക്കും. അതാണ് റുവൈബിളത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ. ഒരു വിജ്ഞാനവുമില്ലാതെ, ഒരു വിവരവുമില്ലാതെ, ഒരടിസ്ഥാനവുമില്ലാതെ അത്തരം ആളുകൾ, നിലവാരമില്ലാത്ത ആളുകൾ പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കും. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ആളുകൾ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരുപാട് ആളുകളെ, മുസ്ലിമീങ്ങളെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് എന്ത്? ദീനിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നത്. എന്താണ് ഈ പറഞ്ഞ വാക്ക്? അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ആ വഹയിൽ പൊളിച്ചുപണി നടത്തണമെന്നാണ് ഇവൻ പറയുന്നത്. എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയത്? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവൻ മനസ്സിലാക്കിയത്? എന്താണ് പരിശുദ്ധ ദീനിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയത്? ഈ ദീനിന്റെ പ്രത്യേകതയാണ്, ഇതിൽ കൈകടത്തലുകൾ സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും ഒരു വള്ളി പുള്ളി തെറ്റിക്കാൻ സാധിക്കാത്ത ദീനാണിത്. ആ ദീനിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നത് മുസ്ലിം നാമധാരിയാണ്. മുസ്ലിമീങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റേജിലും ഇരിക്കുന്നുണ്ട്. ഒരുപാട് കാലം ഖുതുബ പറഞ്ഞ, ഇന്ന് കുഫറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവൻ, ഈ ആളുകളെ ഇരുത്തിയിട്ടാണ് ഇവൻ പറയുന്നത്. പൊതുവായ കാര്യത്തിൽ റുവൈബിളത്ത് സംസാരിക്കും. മറ്റേയാളോ, അയാൾ പോകാത്ത സ്വർഗത്തിൽ ഞാനില്ല. ആരൊക്കെ സ്വർഗത്തിൽ പോകണം ഞാൻ ലിസ്റ്റ് കൊടുക്കും. അത്തരം ആളുകളെല്ലാം സ്വർഗത്തിൽ പോകണം. സഹോദരങ്ങളെ, സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ഒരാളും അയാളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല. ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങുപോലും? അവിടുന്ന് പറഞ്ഞു, അതെ, ഞാൻ പോലും. അള്ളാഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടി പൊതിഞ്ഞാലല്ലാതെ, റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യത്താൽ, ഔദാര്യത്താൽ നൽകേണ്ടതാണ് സ്വർഗമെന്നത്. അതിന് മാനദണ്ഡങ്ങളുണ്ട്. സ്വർഗത്തിൻ്റെ താക്കോൽ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മയുണ്ടെങ്കിലേ ഒരാൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ കർമ്മങ്ങൾക്കനുസൃതമായി കൊണ്ടാണ് തുറക്കപ്പെടുക. എന്നിട്ട് ദീനിനെ പരിഹസിക്കുന്നവൻ പറയുകയാണ്, ഇന്ന ഇന്ന ആളുകളൊക്കെ സ്വർഗത്തിൽ പോകണം. സ്വന്തം കാര്യം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അപ്പം ഇയാൾ ടിക്കറ്റ് കിട്ടിയിട്ടിരിക്കുന്നതാണോ? അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര വിഷയങ്ങളുണ്ട്, എത്ര വിഷയങ്ങൾ ഇങ്ങനെ പൊതുവായി പൊതു കാര്യങ്ങളിൽ വിവരമില്ലാത്ത ആളുകൾ സംസാരിക്കുകയാണ്. മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ സംസാരിച്ചാൽ എന്തു പറയും? അത് നിങ്ങളുടെ മേഖലയല്ല. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതറിയാത്ത ഒരാൾ സംസാരിച്ചാൽ എന്തു പറയും? അത് നിങ്ങളുടെ മേഖലയല്ല. ഇങ്ങനെ ഏത് വിഷയവും അങ്ങനെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് വരുന്നവനും പോകുന്നവനും സംസാരിക്കാം എന്നിടത്തേക്കാണ് കാര്യങ്ങൾ. ആർക്കും പറയാം. അത്തരം ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരാണ് അർ-റുവൈബിള, അർ-റജുലു താഫിഹ്. ആ വാക്കിൽ തന്നെ അവൻ്റെ നിലവാരമില്ലായ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്
ഏത് ഫിത്നകൾ, ഏത് കുഴപ്പങ്ങൾ, ഏത് പുകമറകൾ വരുമ്പോഴും അവധാനതയോടുകൂടി അത് മനസ്സിലാക്കണമെന്നാണ്. ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ് ഫിത്ന ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ഈ പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു നമ്മെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഫിത്നയുടെ അനന്തരഫലങ്ങളിൽ ഏഴാമതായി ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അത്തഗ്രീറു ബിന്നാശിഅതി വശബാബ്. ഫിത്നകൾ ഉടലെടുക്കുമ്പോൾ, കുഴപ്പങ്ങളുണ്ടായാൽ യുവാക്കൾ, ചെറിയ പ്രായക്കാർ അതിൽ വഞ്ചിതരായി പോകും. കാരണം സഹോദരങ്ങളെ, 20, 25, 30 ആ പ്രായമെന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ചോരത്തിളപ്പിൻ്റെ പ്രായമാണ്. പൊതുവെ എടുത്തുചാട്ടത്തിൻ്റെ പ്രായമാണ്. എന്തും ചെയ്യാൻ ധൈര്യം തോന്നുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്നത്. ഫിത്നകളുണ്ടായാൽ, കുഴപ്പങ്ങളുണ്ടായാൽ പൊതുവെ യുവാക്കൾ അതിൽ വഞ്ചിതരായി പോവാൻ സാധ്യതയേറെ കൂടുതലാണ്. അതുകൊണ്ടാണ് കുഴപ്പങ്ങളുണ്ടായാൽ, ഫിത്നകളുണ്ടായാൽ യുവാക്കൾ, ചെറുപ്പക്കാർ അതിന് ഉത്തരം നൽകരുത്, അതിൻ്റെ പിന്നാലെ കൂടരുത്. മറിച്ച് എന്തു വേണം? പ്രായമുള്ള, ദീനി വിജ്ഞാനമുള്ള ആളുകളുടെ പിന്നിൽ അണിനിരക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറകതു മഅ അകാബിരിക്കും. നിങ്ങളിലെ മുതിർന്നവരിലാണ്, പ്രായം ചെന്നവരിലാണ്, വലിയവരിലാണ് ബറക്കത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ബറക്കത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, വലിയവർ, അവരിലാണ് ബറക്കത്തുള്ളത്. വലിയവർ എന്നത് 2 രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, വിജ്ഞാനം കൊണ്ട്, ഇൽമു കൊണ്ട്, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും സലഫുകളുടെ മാർഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ആഴത്തിൽ ഇൽമു കൊണ്ട് വലിപ്പം വെച്ചവർ. അതാണ് ഒന്നാമത്തേത്. അതിലൊരു പക്ഷേ ചെറുപ്പക്കാരും ഉണ്ടായേക്കാം. സഹാബത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് പ്രായം ചെറുതായിരുന്നു, പക്ഷേ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അൽ ബറകതു മഅ അകാബിരിക്കും, നിങ്ങളിലെ വലിയവരിലാണ്, മുതിർന്നവരിലാണ് ബറക്കത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വലിപ്പം ഈ പറഞ്ഞ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തേത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രായമുണ്ടാകും, ഇൽമില്ലെങ്കിലും, ദീനി വിജ്ഞാനം കുറവാണെങ്കിലും, ദീനി വിജ്ഞാനമില്ലെങ്കിലും പ്രായത്തിൻ്റെ വലിപ്പമുണ്ടാകും, അതിലും ബറക്കത്തുണ്ട്. കാരണം ജീവിതം, ദുനിയാവ് അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഒരുപാട് സന്ദർഭങ്ങളിൽ, ഘട്ടങ്ങളിൽ അവർ കഴിഞ്ഞുപോയവരാണ്. ഒരുപാട് ഘട്ടങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ ജീവിതം നയിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രവൃത്തി പരിചയം അവർക്കുണ്ടാകും, അവരിലും ബറക്കത്തുണ്ട്. സഹോദരങ്ങളെ, കുഴപ്പങ്ങൾ, ഫിത്നകൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിന് പിന്നാലെ കൂടിയവരിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങളും കാണാൻ സാധ്യത കുറവാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫിത്നകളിൽ ചെന്നു പതിക്കാൻ സാധ്യത വളരെ കുറവാണ്, ഇല്ല എന്ന് പറയാം. ഇനി നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും ഒരുമിച്ചാലോ? ഒരാൾക്ക് ഇൽമും പ്രായവും ഒരുമിച്ചാൽ അതിൻ്റെ ബറക്കത്ത് വളരെ മഹത്തരമാണ്. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ വിജ്ഞാനം കൊണ്ടും പ്രായം കൊണ്ടും മുതിർന്ന ആളുകളിലേക്ക് കാര്യങ്ങളെ മടക്കണം, അവരുടെ പിന്നാലെ കൂടണം, അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കണം.
ഇൽമുള്ളവരാണെങ്കിൽ, വിജ്ഞാനമുള്ളവരാണെങ്കിൽ ശറഇന്റെ നിയമങ്ങൾ കൃത്യമായി അവർ പഠിപ്പിച്ചു തരും. ഇന്ന സമയത്ത് ഇന്ന നിലപാടെടുക്കണം, ഇന്നതുപോലെ മുന്നോട്ട് പോകണം എന്നവർ പഠിപ്പിച്ചു തരും. നേരത്തെ പറഞ്ഞില്ലേ, ദാഇശ് വലിയ വാഗ്ദാനവുമായി വന്നപ്പോൾ ഉലമാക്കളാണ് പറഞ്ഞു തന്നത് അത് യഥാർത്ഥ ഖലീഫയല്ല, അത് ഫിത്നയാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു തരും. രണ്ടാമത്തത് പ്രായമുള്ള ആളുകൾ, അവർക്ക് പ്രവൃത്തി പരിചയമുണ്ട്. ഒരുപാട് ആളുകളെ കണ്ടവരാണവർ. അവർക്ക് മനസ്സിലാകും ഇവൻ്റെ പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാകും. അവർക്ക് അവധാനത ഉണ്ടാകും. പൊതുവെ കണ്ടില്ലേ, പ്രായമുള്ള ആളുകൾ പെട്ടെന്ന് എടുത്തു ചാടുകയില്ല. പ്രായമുള്ള ആളുകൾ പ്രത്യേകിച്ച് പെട്ടെന്ന് വിവരക്കേട് പറയുകയില്ല. അവർ ഒരല്പം ആലോചിക്കും, ചിന്തിക്കും. കാരണം പ്രായം അവരെ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. താടി നരച്ച പ്രായം ചെന്ന ആളുകളിൽ അങ്ങനെ ഒരുപാട് ഖൈറുണ്ട്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഫിത്നകൾ, കുഴപ്പങ്ങൾ പൊതുവേ യുവാക്കളെ വഞ്ചിതരാക്കി കളയും. അത് ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദർസിൽ പറയാം. അല്ലാഹു തആല എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പുകമറകളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ ഹക്കിൽ, യഥാർത്ഥ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.